എന്തോ എന്റെ ഭാഷണം സ്വന്തം ഗലാത്യർ 1-ാം അധ്യായത്തിന്റെ കണ്ടിന്യൂഷനാണ്. അടുത്ത അവൻ പോഷ്ക് പറയുന്നവനും അവന്റെ അപ്പനും ഒന്ന് തെറ്റിക്കല്ലേ. വചനം വായിച്ചു പഠിക്കും നന്നായിട്ട്. എന്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തതെന്ത്? എന്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സില്ലായ്മ കൊണ്ടത്രേ. യഹൂദന്മാര് യേശുവിനോട് പോട്ടിയടിക്കാൻ വന്ന യഹൂദന്മാര് കർത്താവിന്റെ വചനം കേൾക്കാൻ അവർക്ക് മനസ്സില്ല. ഇന്നത്തെ പലരെയും പോലെ. നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ. ശ്രദ്ധിച്ച്, യേശു അവരോട് എന്താ പറഞ്ഞത്? നിങ്ങൾ പിശാചിന്റെ പിതാവിന്റെ മക്കളാ, അബ്രഹാമിന്റെ മക്കളല്ല. നിങ്ങൾ അബ്രഹാമിന്റെ റിയൽ മക്കളായിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുമായിരുന്നു. കാരണം അബ്രഹാം എൻ്റെ സ്നേഹിതനാണ്, ദൈവത്തിന്റെ സ്നേഹിതൻ അബ്രഹാം. അബ്രഹാം ദൈവമായിട്ട് ബന്ധമുണ്ടായിരുന്നു. മനസ്സിലായോ ദൈവമക്കളെ? ഈ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. യേശുവിനോട് സംഭാഷിക്കാൻ വന്ന യഹൂദന്മാരെ നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ പൊളിച്ചെടുക്കുകയായിരുന്നു. അപ്പൊ അതൊന്നും എനിക്ക് ഇഷ്ടമുള്ളതല്ല. മനസ്സിലായ? യേശുവിനോട് സംസാരിക്കാൻ വരിക, നീ ആരാണ്? അതാണ് മറ്റാണ്. ഞങ്ങൾ അബ്രഹാമിന്റെ മക്കള്. അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു എന്നറിയും. നീ ഏതാന്ന് ഞങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ അബ്രഹാമിന്റെ മക്കളല്ല, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കളെന്നാ പറഞ്ഞത്. ആ പിശാചെന്ന പിതാവിന്റെ മക്കളെന്ന് പറയുമ്പോൾ ഇവർ ഏത് പ്രമാണത്തിൽ നിൽക്കുകയാണ്? ന്യായ പ്രമാണത്തിൽ നിൽക്കുക, ശാപഗ്രസ്തമായ പ്രമാണത്തിൽ നിൽക്കുക. മോശയുടെ പ്രമാണം അനുസരിക്കുന്നത് ശപിക്കപ്പെട്ടവരെന്ന് എഴുതിയിരിക്കുന്നത് ഗലാത്യ ലേഖനത്തിലുള്ളത്. ന്യായപ്രമാണത്തിൽ കീഴിലാകുന്നവരെല്ലാം ശപിക്കപ്പെട്ടവരാ. ക്രിസ്തുവിന്റെ പ്രമാണത്തിൽ നിൽക്കാത്തവരെല്ലാം ശപിക്കപ്പെട്ടവരാ. ഈ വചന വെളിപ്പാട് ഒരു പാസ്റ്ററിന് ലഭിക്കാത്തിടത്തോളം കാലം ആ പാസ്റ്ററിന്റെ ശുശ്രൂഷ 100% പരാജയമായിരിക്കും. കഞ്ഞി കുടിക്കും, മക്കളെ പഠിപ്പിക്കും, കാര്യങ്ങളൊക്കെ നടത്തും, നല്ല വലിയ വണ്ടികളൊക്കെ മേടിക്കും, വലിയ വീടൊക്കെ വയ്ക്കും, എല്ലാം നടക്കും. പക്ഷെ ആൾ അവസാനം നരകത്തിൽ പോകും. വിശ്വാസികളും പോവും, നശിച്ചു പോകും, എല്ലാം നശിച്ചു പോകും. ഈ ഒരു തിരിവ് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. കർത്താവിന്റെ സംഭാഷണവും യഹൂദന്മാരുടെ സംഭാഷണവും. ഒരു അബ്രഹാമിന്റെ മക്കളാന്ന് ഊറ്റം പറയുന്നവരോട് നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ. പിശാചിനെ ഇഷ്ടം ചെയ്യാൻ നിങ്ങൾ ദൈവവായിച്ച എന്നെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്നിട്ടാണ് കർത്താവ് അവരോട് പറയുന്നത്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവത്തിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ. അപ്പൊ വാസ്തവത്തിലുള്ള ശിഷ്യന്മാരുമുണ്ട്, അല്ലാത്ത ശിഷ്യന്മാരും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇവിടെ പൗലോസ് പറയും, ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? ഇത് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കയില്ല. അപ്പോൾ ഒരു മനുഷ്യനെയും നിങ്ങൾ പ്രസാദിപ്പിക്കരുത്, ഒരു മനുഷ്യന്റെയും ദാസന്മാരാകരുത്. അവരെത്ര മഹാന്മാരാണെങ്കിലും, അവരെത്ര വലിയ പേരും പ്രശസ്തിയുള്ളവരാണെങ്കിലും അവരെ നിങ്ങൾ വിശ്വസിക്കരുത്. അവർ പറയുന്നത് നമ്മൾ കേൾക്കരുത്, അംഗീകരിക്കരുത്. യഥാർത്ഥ ക്രിസ്തുവിന്റെ ദാസനാണെങ്കിൽ ക്രിസ്തുവിന്റെ പ്രമാണം, ക്രിസ്തുവിന്റെ ഉപദേശം അവർ നിങ്ങളോട് പറയുന്ന അവരെ വിശ്വസിച്ചോളുക. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിരുദ്ധമായി അവർ പറഞ്ഞതുപോലെ, അവർ പഠിപ്പിച്ചതുപോലെ, അവർ സഭയെ ഉപദേശിച്ച് നടത്തിയതുപോലെ ആരെങ്കിലും വന്ന് നിങ്ങളോട് ഉപദേശം പറഞ്ഞ് നിങ്ങളെ നടത്തുന്നെങ്കിൽ അവരെ വിശ്വസിച്ചു കൊള്ളുക. അല്ലാത്തവരെ വിശ്വസിച്ചാൽ അവരും നിങ്ങളും ഒരുപോലെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതാ പൗലോസ് പറയുന്നതിൻ്റെ അർത്ഥം. പൗലോസ് പറയുന്ന ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല ഇതുവരെ. കൊരിന്ത് സഭ, എബ്രായ സഭ, പല സഭകളും പൗലോസ് പറയുന്ന ഉപദേശത്തെ എതിർത്തിട്ടുണ്ട്. മനസ്സിലായോ? അതിൽ കൊരിന്ത് സഭയാ മുൻപന്തിയിൽ. നിങ്ങൾ എന്നെ പുറത്തു കൊള്ളുന്നുവല്ലോ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? അവർക്ക് പൗലോസിനെ കൊണ്ട് പൊറുക്കാൻ മനസ്സില്ല. പൗലോസ് പറയുന്നതിനെ എതിർക്കുക. അത് അന്നുണ്ട്, ഇന്നുണ്ട്, എന്നുമുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവാക്കി വെച്ച, കർത്താവിൻ്റെ കൂടെ നടന്ന ആദിമ അപ്പോസ്തലന്മാർ, അങ്ങനെയാ തെളിച്ചു പറയുന്നത്. അപ്പോസ്തലന്മാർ അതിനുശേഷമുണ്ട്. ബർന്നബാസ് അപ്പോസ്തലനാണ്, തിമോത്തിയോസ് അപ്പോസ്തലനാണ്, തീത്തോസ്, ഫിലമോൻ, ആദ്യം അവരെല്ലാം അപ്പോസ്തലന്മാരാണ്.
ഈ ആദ്യത്തെ അപ്പോസ്തലന്മാരിൽ നിന്ന് കൈവപ്പ് കിട്ടിയ അപ്പോസ്തലന്മാരാണ്. എന്നാൽ ആദിമ അപ്പോസ്തലന്മാരായ യേശുക്രിസ്തുവിൽ നിന്ന് നേരിട്ട് ശുശ്രൂഷ പ്രാപിച്ച അപ്പോസ്തലന്മാർ പറയുന്ന ആ ഉപദേശമാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി എന്നവർ പറയുന്നത്. അവരറിയിച്ച പ്രമാണമാണ് ദൈവത്തിൻ്റെ പ്രമാണം. അതിനാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം വായിച്ചു പഠിക്കണം. പിതാവേ, നീ എനിക്കുന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്കിട്ട് ഞാൻ അപേക്ഷിക്കുന്നു. ഇതൊക്കെ വളരെ കുറിപ്പെട്ട കാര്യങ്ങളാണ്. ഈ നിലയിൽ നമ്മൾ വചനം പഠിച്ച് പോയാലേ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലാകത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു ചുക്കും മനസ്സിലാകത്തില്ല. വേദോസ്തം പ്രസംഗിക്കാൻ ഇന്ന് ഭൂമിയിൽ ആളില്ലെന്ന് പറയുമ്പോൾ അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതിൻ്റെ റിയൽ കണ്ടൻസ് എടുത്തു കൊടുക്കാൻ ആളില്ലെന്ന്. അതിൻ്റെ ശരിയായ സത്യം ജനത്തിനെടുത്തു കൊടുക്കാൻ ആളില്ല. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, എല്ലാവരും അവർക്ക് തോന്നിയ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇന്ന് പകലിൽ ഞാൻ കൈകൂപ്പി വിളിച്ചു പറയാം, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ ദൂതനാകട്ടെ നിങ്ങളുടെ സുവിശേഷം അറിയിച്ചാൽ അത് ശപിക്കപ്പെടും. ഏത് മഹാനാണെങ്കിലും കൊള്ളാം, ചെറുപ്പക്കാരാണെങ്കിലും കൊള്ളാം, തലവും നരച്ചവരാണെങ്കിലും കൊള്ളാം. ഇപ്പം പിന്നെ തല നരച്ചവരൊക്കെ വളരെ കുറവാണ്. അതിനുള്ള പണിയെ അവർ നോക്കിക്കൊണ്ടിരിക്കുക. അവർക്കും ഇരിക്കേണ്ട ഒരു ദൂത്. സ്തോത്രം. അപ്പോൾ ഏത് നിലയിൽ നോക്കിയാലും ദൈവവചനത്തിൻ്റെ നിർമ്മലമായ ഉപദേശം, പത്രോസിൻ്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ മായമില്ലാത്ത പാല്. വീണ്ടും ജനനം പ്രാപിച്ച കുഞ്ഞിന് കൊടുക്കേണ്ടത് എന്താണ്? മായമില്ലാത്ത പാല്. ഈ കുഞ്ഞിന് നമ്മുടെ എസ്രായ്ക്ക് നമ്മൾ ആഹാരം കൊടുക്കുന്നു. എന്തെങ്കിലും മായമുള്ള സാധനം കൊടുക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുമോ? സത്യത്തിൽ ഞാൻ മേടിച്ചു കൊടുക്കുന്നതൊക്കെ കൊണ്ടുള്ള കൊടുക്കുന്നത്, മനസ്സില്ലാ കൊടുക്കുക. കംപ്ലീറ്റ് മായമില്ലാത്തൊരൊറ്റ സാധനമേ ഉള്ളൂ നമ്മുടെ മുലപ്പാല്. ആ പാല് കുടിച്ച് വളരുന്ന കുഞ്ഞുങ്ങൾക്ക് അതിൻ്റേതായ ആരോഗ്യവും അതിൻ്റേതായ ബലവും ശക്തിയും ഓജസ്സും തേജസ്സും ഉണ്ടാകും. ഞാനല്ല പറയുന്നത്, ഡോക്ടർമാരാണ് പറയുന്നത്. ആർട്ടിഫിഷ്യൽ പാല് കുടിച്ച് വളരുന്ന കൊച്ചുങ്ങൾക്ക് അതിൻ്റെതായ വീക്ക്നെസ് ഉണ്ട് താനും, അതിൻ്റേതായ ഹെൽത്ത് പ്രോബ്ലങ്ങൾ ഉണ്ട് താനും. പോട്ടെ, വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ ഞാൻ മനുഷ്യനെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുക. മനുഷ്യനെ സന്തോഷിപ്പിച്ചാൽ ദൈവത്തിൻ്റെ ദാസനായിരിക്കുകയില്ല, മനുഷ്യനെ പ്രസാദിപ്പിച്ചാൽ ദൈവത്തിൻ്റെ ദാസനായിരിക്കുകയില്ല. ഇനി അടുത്ത അതിൻ്റെ 15-ാം വാക്യം, 12:12. മതി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യം. ഈ വചനത്തിൻ്റെ മുൻപിൽ ബൈബിൾ കോളേജുകളെല്ലാം നമുക്ക് ഒരു പഠന വിഷയമാണ്. ബൈബിൾ കോളേജുകളിൽ പഠിപ്പിക്കുന്ന പഠനങ്ങൾ അവർ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് പഠിപ്പിക്കുന്നതല്ല. എക്സാമ്പിൾ, ഞാനൊരു 5 years 5 വർഷം ഞാൻ ബൈബിൾ കോളേജ് പഠിച്ച ആളാണ്. ഒത്തിരി ഡിഗ്രികളൊക്കെ എനിക്ക് പറ്റിയതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഡിഗ്രികളെല്ലാം കൂടി ഞാൻ അപഗ്രഥിച്ച് പഠിച്ചു നോക്കിയിട്ട് ഞാൻ പഠിച്ച കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് പുറത്തു പോയി ഒരു മനുഷ്യനോട് പറയാൻ അതൊന്നും പര്യാപ്തമല്ല. എന്താ കാര്യം? അത് വെറും മാനുഷിക നിലയിലുള്ള ഒരു പഠിപ്പിക്കലാണ്. ആ പൗലോസ് ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നു, സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ഇന്ന് നമ്മളൊരു ബൈബിൾ കോളേജിൽ പോയി ഒരു BTH എടുക്കുമ്പോൾ, ഒരു CTH എടുക്കുമ്പോൾ, ഒരു മാസ്റ്റർ ബിരുദം എടുക്കുമ്പോൾ, ഒരു ഡോക്ടറേറ്റ് എടുക്കുമ്പോൾ, ഒരു റവറൻ്റായി തീരാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അതെല്ലാം മാനുഷികമാണ്. എന്നെ ദൈവവചനം പഠിപ്പിച്ച കർത്താവിൻ്റെ ദാസൻ അദ്ദേഹം അമേരിക്കയിലത്തെ പുള്ളിയോട് പറഞ്ഞ്, പാസ്റ്ററിന് ഡോക്ടറേറ്റ് വേണോ? ഒരു കുന്തോ അറിയണമെന്നില്ല, അമേരിക്കയിലോട്ട് വന്നേച്ചാൽ മതി, അങ്ങനെ എടുത്ത് തരാം. അപ്പോൾ ആർക്ക് വേണം ഇവിടെ ഡോക്ടറേറ്റ്? നിങ്ങളെല്ലാം പഠിച്ചു വെച്ചോ. അന്ന് 2 കൂടി ഒരെണ്ണം കൂടി പഠിച്ചു വെച്ചു എൻ്റെ പേർക്ക്. ഇവിടെ ആർക്ക് ഡോക്ടറേറ്റ് വേണം? ഇവിടെ ആർക്ക് MTH വേണം, BTH വേണം? ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നു. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഞാൻ വചനത്തിലേക്ക് വരാം. പ്രവൃത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ ഇവർ പഠിപ്പില്ലാത്തവരും വായിച്ചേ, ആ ഭാഗം എടുത്ത് വായിക്കാമെങ്കിൽ ഒന്ന് വായിച്ചേ. പ്രവൃത്തി പുസ്തകം 4-ാം അധ്യായം 13 വാക്യം വായിച്ചോട്ടെ. അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും അവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാൻ ആശ്ചര്യപ്പെട്ടു. അതാ എൻ്റെ വിഷയം.
അവർ പഠിപ്പില്ലാത്തൊരു സാമാന്യ മനുഷ്യരെന്നറിയാൻ ആശ്ചര്യപ്പെട്ടു. എന്താ ആശ്ചര്യപ്പെടാനുള്ള കാരണം? ഇവിടെ പത്രോസിന്റെ പ്രസംഗം അവർ കേട്ടിട്ട് അവർ കിടുങ്ങിപ്പോയി. എന്താ പത്രോസ് പ്രസംഗിച്ചത്? നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ എല്ലാവരും ഇസ്രായേൽ ഗൃഹം ജനം ഒക്കെയും അറിഞ്ഞുകൊള്ളുവീൻ. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്നവൻ ഇവൻ തന്നെ. മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. പത്രോസിന്റെ പ്രസംഗം കേട്ടപ്പോൾ അവർ ആശ്ചര്യപ്പെട്ടു പോയി. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും അവർ പഠിപ്പില്ലാത്തവരും സാമാന്യ മനുഷ്യരെന്നറിയാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോടുകൂടി ആയിരുന്നവർ എന്ന് അറിഞ്ഞു. കേട്ടോ, അതാണ് വിഷയം. സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോടുകൂടി നിൽക്കുന്ന കണ്ടുകൊണ്ട് അവർക്ക് എതിർ പറയുവാൻ വകയില്ലായിരുന്നു. അത്ഭുത രോഗശാന്തി പത്രോസിന്റെ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ അവന്റെ ശുശ്രൂഷയിൽ അവിടെ നടക്കാനിടയായി. സുന്ദരമെന്ന ദേവാലയ വാതിക്കൽ ഇരുന്നവന്റെ സൗഖ്യത്തോടനുബന്ധിച്ചാണ് ഇവിടെ ഈ വിഷയങ്ങളെല്ലാം കയറി വരുന്നത്. അപ്പോൾ ഇവിടെ ഇതിനോട് ചേർത്ത് വെച്ച് നമ്മൾ ഗലാത്യ ലേഖനം പഠിക്കുമ്പോൾ സ്തോത്രം എന്താ എഴുതിയിരിക്കുന്നത്? സൗരം പറയാൻ ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷമല്ല എന്ന് നിങ്ങൾ ഓർപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. ഇന്ന് പലരും വെളിപ്പാടിനാൽ പ്രാപിക്കുന്നുണ്ട്. അത് വെളിപ്പാടല്ല, അത് വെളിവുകേടാണ്. പറയാതിരിക്കാൻ പറ്റത്തില്ല. അല്ല, വെളിപ്പാടാണെന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞു വരുമ്പോൾ പുസ്തകമായിട്ട് നിരത്ത് അത് ആ പറയുന്ന പ്രസ്താവനയോ ആ ശുശ്രൂഷകളെയോ അങ്ങോട്ട് പുസ്തകമായിട്ട് യോജിക്കുന്നില്ല. അതുകൊണ്ടാണ് അത് വെളിവുകേടെന്ന് ഞാൻ പറഞ്ഞത്. ചുമ്മാ പറഞ്ഞതല്ല. ഒരു പ്രസ്താവന ഇറക്കുക, ഒരാളൊരു വചനം പ്രസംഗിക്കുക, ചില ഭാഗങ്ങളൊക്കെ എടുത്ത് ഓരോ പാസ്റ്റർമാർ പ്രസംഗിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നാടൻ ഭാഷയെ പറഞ്ഞാൽ ചൂരലെടുത്ത് അടിക്കാൻ തോന്നും നമുക്ക്. അത്ര ബോധമില്ലാത്ത നിലയിലാണ് പ്രസംഗിച്ചു വയ്ക്കുന്നത്. ഉദാഹരണം, തലയായ ക്രിസ്തു ശരീരമാം സഭ, ഇന്റർനാഷണൽ പ്രാസംഗികൻ, പേരെന്ന് ഞാൻ പറയുന്നില്ല. അതിനെ ആ പാസ്റ്ററെ കുറിച്ച് പറയുന്നത് പ്രസംഗങ്ങളുടെ രാജകുമാരൻ എന്ന ആ വാക്ക് തന്നെ എന്തിനു കൊള്ളാം. ഈ രാജകുമാരൻ്റെ പ്രസംഗം ഒന്ന് കേട്ടു നോക്കാലോ എന്ന് പറഞ്ഞ് ഞാൻ വെച്ച് കേട്ടു നോക്കുമ്പോഴേ പറയുന്ന പൊട്ടത്തരത്തിനൊരു കൈ കിടക്കില്ല. തല ക്രിസ്തുവാണെങ്കിൽ ശരീരം സഭ അല്ലേ? സഭ ശരീരമാണെങ്കിൽ തല ക്രിസ്തു. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യണം? ഈ തല ക്രിസ്തുവും ശരീരം സഭയാണെങ്കിൽ എന്തായിരിക്കണം? അടുത്ത പ്രോസസ്സിങ് എന്തായിരിക്കണം എന്ന് പറഞ്ഞേ. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ആത്മീകമായ വളർച്ച പ്രാപിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? യേശു ക്രിസ്തുവിൻ്റെ ഉപദേശം സ്വീകരിച്ച് ശരീരമാം സഭയുടെ അവയവങ്ങൾ ജീവിച്ച് ആത്മീക വളർച്ച പ്രാപിച്ച് ആത്മീക പ്രക്വത പ്രാപിച്ച് ആത്മീക വർധന പ്രാപിച്ച് യേശു ക്രിസ്തുവിൻ്റെ ശിരസ്സോളം തലയോളം വളരുന്ന ഒരു ആത്മീയ അനുഭവം ഉണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം. അത് പറയാത്തിടത്തോളം കാലം ആ പ്രസംഗത്തിന് എന്ത് പ്രസക്തി? എടാ, ഞങ്ങൾ പ്രസംഗശാസ്ത്രം പഠിച്ചുകൊണ്ടായി പറയുന്നത്, ചുമ്മാ പറയുകയല്ലേ. വായി വരുന്ന വിളിച്ചു പറഞ്ഞിട്ട് പ്രസംഗമാണെന്നും പറഞ്ഞ് പ്രസംഗങ്ങളുടെ രാജകുമാരൻ, പ്രസംഗങ്ങളുടെ പ്രഭു, ഒരു പ്രസ്ഥാനത്തിൽ കിടപ്പുണ്ട് ഇപ്പോഴും ആള്, പ്രസംഗങ്ങളുടെ പ്രഭു. ആരാ? സ്പർജനായിരുന്നു. അത് സ്പർജന് സ്ഥാനത്ത് ഇവിടെ നിൽക്കാന്നാ പറയണത്. പറയുന്ന ദുരുപദേശം കേട്ടാൽ എന്തൊരു അന്യായമാണ്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ പഠിക്കുന്ന വചനത്തിനുകൾ വളരെ ഹയർ സ്റ്റഡി, ബൈബിളിൻ്റെ ഏറ്റവും നല്ല പഠനമാണ് അപ്പോസ്തലിക ഉപദേശത്തിൻ്റെ പഠനം. അതിനേക്കാൾ അപ്പുറം ഒരു പഠനവും ഇല്ല. ആ പഠനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ പ്രസംഗത്തോടും ആ പഠനങ്ങളോടും അടുത്തു വരാത്ത പഠനങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം അത് കൾട്ടായി മാറുകയാണ്. പിന്നെ ഞാൻ നല്ലപോലെ വെറുതെ ഓട്ടം തികച്ച് വിശ്വാസം കാത്തു രീതിയിലെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അതെനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷയിൽ പ്രിയം വെച്ച ഏവർക്കും കിട്ടുമെന്നൊരു വിഷയം കൊടുത്തൊരു ഭാഷ പ്രസംഗിച്ചു. ഇന്റർനാഷണൽ പ്രാസംഗികൻ. എന്തിനു കൊള്ളാം? ഞാൻ ആ മനുഷ്യനെ കാണുകയാണെങ്കിൽ ഒന്ന് ചോദിക്കും, നിങ്ങൾക്കൊക്കെ വേറെ പണിയില്ലേ? ഇതൊക്കെ പുസ്തകമൊക്കെ തറ വെച്ചിട്ട് വേറെ വല്ല പണിക്ക് പോവോ?
നിങ്ങളുടെയൊക്കെ പ്രസംഗം ഞങ്ങൾ കേട്ടിട്ട് ഞങ്ങൾക്ക് മനസ്സ് മടുത്തു പോവാണ്. ദൈവം നിങ്ങളെ ആക്കി വെച്ചിട്ടില്ല. നിങ്ങളെ ദൈവം ആക്കി വെക്കാതെ നിങ്ങൾ ഇതൊന്നും കയറി ചെയ്യല്ലേ. അങ്ങനെ ചെയ്താൽ എന്ത് പറ്റും? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വ്യാജ ഡോക്ടർമാർ മരുന്ന് കൊടുത്താൽ എന്ത് പറ്റും? രോഗി ചത്തുപോകും. പെട്ടെന്നൊന്നും ചാകത്തില്ല. കാലക്രമേണ മരുന്ന് മാറി കഴിച്ചാൽ കാലക്രമേണ മരണം സംഭവിക്കും. അതുപോലെ ഈ പഥ്യവചനം പഥ്യോപദേശം തെറ്റിച്ചു കൊടുത്താൽ വിശ്വാസികൾക്ക് ആത്മീക മരണം സംഭവിക്കും. അതാണ് ഇവിടുത്തെ പ്രധാന പോയിന്റ്. അത് കണ്ടോണ്ടാണ് ഞാൻ ഈ പറയുന്നത്. സൗരന്മാരെ, ഞങ്ങൾ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാലത്രേ പ്രാപിച്ചത്. അപ്പോ യേശുക്രിസ്തുവിൽ നിന്ന് വെളിപ്പാടിനാൽ പ്രാപിച്ചു. പൗലോസ് ആരാണ്? ഒരു യഹൂദ പണ്ഡിതനാണ്, ഒരു റബ്ബിയാണ്, ഒരു പരീശനാണ്, ഒരു യഹൂദ മതാനുസാരിയാണ്. ന്യായപ്രമാണം ഗമാലിയലിന്റെ പാദപിടത്തിൽ ഇരുന്ന് മുടുകാരി കീറി പഠിച്ച ഒരു ന്യായപ്രമാണത്തിന്റെ കറതീർന്ന ഉപദേഷ്ടാവാണ്. ആ ഉപദേഷ്ടാവുന്ന പൗലോസാണ് പറയുന്നത് 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ. വായിച്ചേ 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ. പെട്ടെന്ന് വായിച്ചോ, സമയം പോവാ. ആമേൻ. ഞാൻ യഹൂദ മതാ പുരോഹിതനായിരുന്നു. ഞാൻ ദമസ്കോസ് വിളിച്ച് എന്നെ ദൈവം വിളിച്ചു. ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ എനിക്ക് വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം, പ്രാഗൽഭ്യം, അറിവ്, കഴിവ് ഒന്നും കൂടാതെ എത്രയും ദൈവത്തിന്റെ സാക്ഷി നിങ്ങളോട് പ്രസ്താവിക്കാൻ ഞാൻ വന്നത് എനിക്ക് വചനത്തിന്റെ ജ്ഞാനവും അറിവും കഴിവും ഒന്നുമില്ല എന്ന് പൗലോസ് ഏറ്റുപറയുക സ്വയം. അടുത്ത ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇരിക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചു. മതി. എനിക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി. മറ്റാരും എനിക്ക് അറിയണ്ട. എനിക്ക് മോശ അറിയണ്ട. എനിക്ക് ന്യായപ്രമാണങ്ങളൊന്നും അറിയണ്ട. ഞാൻ കുറെ അറിഞ്ഞവനാ, പഠിച്ചവനാ. എനിക്ക് ക്രിസ്തുവിനെ കുറിച്ച് മാത്രം അറിഞ്ഞു. എന്താ കാര്യം? ആ അധ്യായം നമ്മൾ പഠിച്ചു വരുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിലും 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിലും യേശുക്രിസ്തുവാണ് ദൈവത്തിന്റെ ജ്ഞാനം. ആ ദൈവത്തിന്റെ ജ്ഞാനമായ ക്രിസ്തുവിനെ യഹൂദന്മാർ എന്ത് ചെയ്തു? അറിയാതെ പിടിച്ചു ക്രൂശിച്ചു. ഒരറിഞ്ഞെങ്കിൽ ക്രൂശിക്കത്തില്ലായിരുന്നു. ദൈവം അവർക്ക് വേണ്ടി അയച്ച മശികയാണെന്ന് യഹൂദന്മാർ അറിഞ്ഞെങ്കിൽ എന്ത് ചെയ്യത്തില്ല? ക്രൂശിക്കത്തില്ല. അറിയാതെ പിടിച്ചു ക്രൂശിച്ചു. അതാണ് യഹൂദ ജാതി ശാപഗ്രസ്തമാകാനുള്ള കാരണം. 56 ഇസ്രായേൽ രാഷ്ട്രങ്ങളിൽ യഹൂദരെ തല്ലിച്ചതച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം അതാ. അവരിപ്പോൾ തിരിച്ചടിക്കുന്നുണ്ട്, ഓക്കെ. എന്നാൽ അവർ പിന്നെയും കുത്തിയവകിലേക്ക് നോക്കാൻ വേണ്ടി അവരെ 3-ൽ 2-നെയും കൊന്ന് നശിപ്പിക്കുന്ന ഒരു യുദ്ധം വരുന്നുണ്ട് പുറകെ. ഇപ്പൊ നമ്മൾ ഇസ്രായേലിന് വേണ്ടി ആർപ്പ് വിളിക്കുന്നു. ഇസ്രായേലിന് ഓർത്ത് കരയുന്ന ഒരു നാള് വരും. അപ്പൊ സഭ ഇവിടെ കാണത്തില്ല, സഭ പോവും. എന്റെ സ്നേഹിതനായ ഒരു ദേവദാസൻ ദിവസങ്ങൾ പ്രസംഗിച്ച് ഞാൻ കേട്ട് ഞാനിങ്ങനെ വന്ദിച്ചിരിക്കുക ഇപ്പോൾ. കാരണം മശിക വരുമെന്ന് യഹൂദന്മാരിൽ ഒരു നല്ല ശതമാനം ഇസ്രായേലിൽ വിശ്വസിച്ച് മശികയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമ്മളെന്തിനൊക്കെ വേണ്ടി കാത്തിരിക്കുക? കർത്താവിൻ്റെ വേണ്ടി കാത്തിരിക്കുകയാണോ? ആണോ? കണ്ണടച്ച് കാണിക്കണില്ല. നമ്മൾ കാത്തിരിക്കുന്നില്ല പ്രിയമുള്ളവരെ. നമ്മുടെ ലക്ഷ്യം വേറെ എന്തൊക്കെയാണ്? വിശ്വാസികളോട് ഇന്നുവൽക്കാലം ഞാൻ കറ തീർന്ന് ഞാൻ വിളിച്ച് പറയുകയാണ്, നമ്മൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കേണ്ട സമയങ്ങളാണിത്. മറ്റുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും അകന്നു മാറി എന്ന് വെച്ച് ജോലി ചെയ്യുന്നവർ ജോലി ചെയ്യണമെന്നോ, പഠിക്കുന്നവർ പഠിക്കേണ്ടെന്നോ, പഠിപ്പിക്കേണ്ടവർ പഠിപ്പിക്കേണ്ടെന്നോ, മറ്റ് ഉപജീവന മാർഗങ്ങൾക്ക് വേണ്ടി പോകുന്നവർ അതിനൊന്നും പോകരുതെന്നോ അർത്ഥമാകുന്നില്ല. അതൊക്കെ നമ്മൾ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടുന്ന സമയങ്ങളും സന്ദർഭങ്ങളും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കാനായിട്ട് നാം ശ്രമിക്കുന്നില്ലെങ്കിൽ വലിയ നഷ്ടം നമുക്ക് സംഭവിക്കും, വലിയ ദുരന്തം നമുക്ക് സംഭവിക്കും, വലിയ കെണിയിൽ നമ്മൾ അകപ്പെട്ടു പോകും. സാത്താൻ നമ്മെ കെണിയിലാക്കി കളയും. കർത്താവിൻ്റെ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാർ നമുക്ക് മുന്നറിയിപ്പുകൾ തരുന്നുണ്ട്.
നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ, ഒരുങ്ങിയിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പിൻ, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ. അവർ ചെന്നായ്ക്കളെ പോലെ വരുന്നുണ്ട്, അവരെ സൂക്ഷിക്കണം, അവരെ ശ്രദ്ധിക്കണം. അവർ പറയുന്നത് കേട്ടിട്ട് അങ്ങനെ തന്നെ വിശ്വസിക്കരുത്. വലിയ വിശ്വാസികളെ പോലെ ദൈവവചനമാകുന്ന കല്ലിനോട് ഉരകല്ലിനോട് ഉരച്ചു നോക്കണം. തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും തിരിച്ചറിയണം. സാത്താൻ്റെ ഉപദേശം ഏത്, ദൈവത്തിൻ്റെ ഉപദേശം ഏത്, സാത്താൻ്റെ ശക്തി ഏത്, ദൈവത്തിൻ്റെ ശക്തി ഏത്, ഇതൊക്കെ തിരിച്ചറിയണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ പിശാചിന് നമ്മളെ തെറ്റിച്ചു കളയാൻ. അനന്യാസിയും സഫീറിനെയും സാത്താൻ വഞ്ചിച്ചു. പത്രോസിൻ്റെ ഒരു ചോദ്യം, സാത്താൻ നിങ്ങളുടെ ഹൃദയത്തെ കവർന്നു കളയാനിടയായതെങ്ങനെ? മനസ്സിലായോ? പത്രോസിന്റെ കൂടെ നടന്നവരാണ് അനന്യാസും സഫീറയും. ഷാഡോ തട്ടി, നിഴൽ തട്ടി രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ നടന്ന സംഭവമാണ് അനന്യാസും സഫീറയുടെയും ദുരന്തം. പത്രോസിനോട് കൂടെ നടന്ന് പത്രോസിൽ നിന്ന് ഉപദേശം കേട്ടിട്ട് അവസാനം അവരുടെ ഹൃദയത്തെ സാത്താൻ കൈവശമാക്കി. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ഹൃദയത്തെ കൈവശമാക്കാൻ അധിക സമയമൊന്നും വേണ്ട, ഒരു സെക്കൻഡ് മതി. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് കൈകൂപ്പി പറയാനുള്ളത്, നമ്മുടെ ഹൃദയത്തെ സാത്താൻ കൈവശമാക്കിയാൽ നമ്മുടെ നിത്യത നരകാഗ്നിയിലായിരിക്കും. ഓർത്തോണം. എനിക്കതൊന്നും പറയാൻ ഒരു മടിയുമില്ല, അങ്ങനെ മടിച്ച് പറയേണ്ട കാര്യവുമല്ലിത്, ലഘുവായിട്ട് പറയേണ്ട കാര്യമല്ല. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ യിരെമ്യാവ് പറയുന്ന ഒരു വേദഭാഗം ഇങ്ങനെയാണ്. യിരെമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായം, അത് വായിക്കാം. 6-ാം അധ്യായത്തിലെ വാക്യം ആദ്യം വായിക്കുന്നു. 6:13-14. അവരൊക്കെയും ആബാലവൃദ്ധം ദ്രവ്യാഗേരികൾ, യഹൂദ പുരോഹിതന്മാരെ കുറിച്ച് പറയുകയാണ് കേട്ടോ. കള്ളപ്രവാഹിന്മാരും ദുർവിലേക്ഷകന്മാരും ന്യായപ്രമാണകാലത്തും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇന്ന് അതേ ഉള്ളൂ. സ്തോത്രം. കള്ളപ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു. സമാധാനം ഇല്ലാതിരിക്കുക. അവർ സമാധാനം എന്നിവർ പറഞ്ഞ് എൻ്റെ ജനത്തിൻ്റെ മുറിവിന് ലഘുചികിത്സ. അവരൊക്കെയും ആബാലവൃദ്ധം ദ്രവ്യാഗിരികളാകുന്നു. ഇസ്രായേൽ പുരോഹിതന്മാരും കള്ളപ്രവാചകന്മാരുടെ കാര്യത്തെക്കുറിച്ചായി പറയുന്നത്. അവർ ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു. സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് പറഞ്ഞ് എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ മുറിവിന് ലഘുചികിത്സ നൽകുന്നു. ലഘുചികിത്സ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ബിഷപ്പ് പറഞ്ഞു, കർത്താവ് ഇപ്പോഴും വരാൻ പോകില്ല. നിങ്ങൾ അതും ഇതും വല്ലവരും ഈ പെന്തക്കോസ്തുകാർ പറയുന്നത് കേട്ട് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. പുള്ളി പറയുക അതെന്ത് ചെയ്യാനാ? അടിച്ചു പൊളിച്ച് ജീവിച്ചോളാം. സിനിമയും കണ്ട്, നാടകവും കണ്ട്, കള്ളും കുടിച്ച്, എല്ലാ തോന്നിയാസം ഒഴിച്ച് എന്തോരം സൂഹിക്കാമോ അതുപോലെ സൂഹിച്ചോളാം. അത് ആരുടെ ഉപദേശമാണ്? കള്ളപ്രവാചകന്മാരുടെ ഉപദേശം അത്. ഇവിടെ പറയുന്നത് കർത്താവ് വരാൻ പോകുന്നു, സഭ ചേർക്കപ്പെടാൻ പോകുന്നു, ഒരു ഷോർട്ട് പീരീഡേ ഉള്ളൂ. ഒരുങ്ങിയിരിക്കുക, ഉണർന്നിരിക്കുക, സദാകാലം ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവും തന്റെ സ്ലീഹന്മാരും അല്ലെങ്കിൽ അപ്പോസ്തലന്മാരും വചനത്തിലൂടെ ശക്തമായി നമ്മളെ പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരുങ്ങിയിരിക്കുക, ഉണർന്നിരിക്കുക. അപകടം മുന്നിലുണ്ട്. ജപ്പാൻ അമേരിക്കക്കെതിരെ ശക്തമായി നിലകൊണ്ട ഒരു കാലഘട്ടം 1940, കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ആ സമയത്ത് യുദ്ധം അമേരിക്കയെ തകർത്ത് തരിപ്പണമാക്കും എന്ന നിലയിലായി. പേടിച്ചുപോയി അമേരിക്കൻസ്. അവസാനം അവർക്കൊരു ബുദ്ധി തോന്നിയത്, ഈ ജപ്പാൻകാർ ഇത്ര ശക്തിയോടെ നിൽക്കുന്നുണ്ട്, ഇവർ അമർച്ച ചെയ്യാനായിട്ട് ഒരൊറ്റ വഴിയേ ഉള്ളൂ, 2 ആറ്റം ബോംബ് പ്രയോഗിക്കാം. ഹിരോഷിമ നാഗസാക്കിയിൽ ഒരു ആറ്റം ബോംബ് ഇട്ടു. ആറ്റം ബോംബ് ഇടുന്നതിന് മുൻപ് ചരിത്രത്തിൽ പഠിക്കുന്നവർക്കൊക്കെ പഠിക്കാൻ കിട്ടും. അമേരിക്കക്കാരൊരു ഒരു 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 ലീഫ് ലെറ്റർ എഴുതി ജപ്പാന്റെ മുകളിലൂടെ ഹെലികോപ്റ്ററിലും പ്ലെയിനിലും ഒക്കെ ഇങ്ങനെ പരസ്യപ്പെടുത്തിയെന്നാണ് പറയുന്നത്. സറണ്ടർ, കീഴടങ്ങൂ, അല്ലെങ്കിൽ ഞങ്ങൾ കീഴടക്കും, അല്ലെങ്കിൽ ഞങ്ങൾ നാശം വിതയ്ക്കും. അവർ പറഞ്ഞു ഞങ്ങൾ കീഴടങ്ങത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാ കൊണ്ടുവന്ന് ബോംബിട്ട്, ഒരു നിവൃത്തിയില്ലാത്ത നിലയിൽ. അപ്പോൾ അതുകൊണ്ട് യാക്കോബ് അപ്പോസ്തലൻ ഒരു വചനത്തിൽ പറയുന്നു, ദൈവത്തിന് കീഴടങ്ങാൻ പറയുന്നു. വചനത്തിന് കീഴടങ്ങാൻ, ഉപദേശത്തിന് കീഴടങ്ങാൻ, കർത്താവിനും അവൻ്റെ വചനത്തിനും ഉപദേശത്തിനും കീഴ്പ്പെട്ട് ജീവിക്കണം നമ്മൾ. കീഴടങ്ങില്ലെങ്കിലോ
ദൈവം കൽപ്പിച്ചിട്ട് എതിർ ക്രിസ്തു ഇവിടെ വന്ന് ഈ ഭൂമിയെ ഭരിക്കും. ദൈവം കൽപ്പിക്കണേ വരുള്ളൂ. യുദ്ധം നടക്കണമെങ്കിൽ ദൈവം ഓർഡർ ഇടണം. പുടിനൊന്നും ഓർഡർ ഇട്ട പുടിനൊന്നും ഒന്നുമല്ല ഇതിന്. പുടിനും ബൈഡനും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും കിങ്ങുന്നൊന്നും ഒന്നുമല്ല. അവർ വെറും മനുഷ്യപ്പുഴുക്കളാണ്. അവർ വെറും അഹങ്കാരികളും പിന്നെന്തോ പറയുക ധാർഷ്ട്യക്കാരുമാണ്. അവർ വലിയ ബുദ്ധിജീവികളാണെന്ന് അഭിമാനിച്ചുകൊണ്ട് അവർ സ്വയം പറയുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ കത്തിക്ക് ഇപ്പം കത്തി, അതൊന്നും നടക്കാൻ പോകില്ല. ദൈവം കൽപ്പന ഇട്ട് കഴിയുമ്പോൾ മാത്രമേ ലോകത്ത് എന്തെങ്കിലും സംഭവിക്കൂ. കീഴടങ്ങാനായിട്ട് ജപ്പാൻ ഗവൺമെൻറ് കീഴടങ്ങിയില്ല. അപാരകമായ ലിറ്റിൽ ബോയ് എന്ന് പറയാം 2 ബോംബ്, ഒന്ന് ഹിരോഷിമയിലും ഒന്ന് നാഗസാക്കിയിലും വിട്ട്. ഒന്നാമത്തെ ബോംബിൽ പൊട്ടിയത് കോടിക്കണക്കിന് ജനമാണ് ആ ബോംബ് പൊട്ടി മരിച്ചത്. ഇന്നും അതിൻ്റെ ഭവിഷ്യത്തുകൾ ആ ജപ്പാൻ ജനത അനുഭവിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് കൈയില്ല, കാലില്ല, മൂക്കില്ല, അംഗവൈകല്യപ്പെട്ടവരായി ജനിക്കുന്നു. അതിൻ്റെ അതിപ്രസരം. ഇനി കേക്ക് വേറൊന്ന് പറയാൻ പോകുന്നത്, അന്ന് അമേരിക്ക ഇട്ട ലിറ്റിൽ ബോയ് എന്ന ബോംബിൻ്റെ 1000 മടങ്ങ് ശക്തിയുള്ള ആറ്റമിക് ബോംബുകളാണ് ഇന്ന് ഓരോ രാഷ്ട്രങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈവൻ ഇന്ത്യ ഉൾപ്പെടെ അണുബോംബുണ്ട് ഇന്ത്യയുടെ കയ്യിൽ. പാകിസ്ഥാനിലുണ്ട്, ജർമ്മനിയുണ്ട്, ഫ്രാൻസ് ഉണ്ട്, അമേരിക്കയുണ്ട്, കിങ്കുന്നിൻ്റെ കയ്യിലുണ്ട്, റഷ്യയുടെ കയ്യിലുണ്ട്, ബ്രിട്ടീഷുകാരുടെ കയ്യിലുണ്ട്, ചുരുക്കം രാജ്യങ്ങളുടെ കയ്യിലുണ്ട്. ഇവരെല്ലാം കൂടി എടുത്ത് ഒരൊറ്റ രാജ്യം പൊട്ടിച്ചാൽ മതി, ലോകം മുഴുവൻ കത്തിച്ചാമ്പലാവും. അതുകൊണ്ടാണ് ഒരു സുവിശേഷകൻ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്. 100 പ്രാവശ്യം ഈ ലോകത്തെ ചുട്ടരിക്കാനുള്ള രാസായുധ പ്രയോഗങ്ങൾ ഇന്ന് മനുഷ്യനുണ്ടാക്കി വെച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? ഇന്ത്യ ഒരു ദരിദ്ര രാഷ്ട്രമാണ്, സുഡാൻ ഒരു ദരിദ്ര രാഷ്ട്രമാണ്. അമേരിക്ക പോലും അമേരിക്കയുടെ പല സ്റ്റേറ്റുകളിലും കൊടിയ ദാരിദ്ര്യം കൊള്ളുന്നു എന്നാണ് പറയപ്പെടുന്നത്. നിങ്ങൾക്കറിയാം, ന്യൂസുകളിലൊക്കെ അത് മുഖം കേൾക്കുന്നുണ്ട്. ഈ പണം മുഴുവൻ തമ്മിൽ യുദ്ധം ചെയ്ത് മനുഷ്യൻ കൊന്നുമുടിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാത്താൻ്റെ പ്രവൃത്തികളാണ്. ഇതിൻ്റെ ഇടയിൽ പോയി ദൈവമക്കൾ വീഴരുതെന്ന് എനിക്ക് നിങ്ങളോട് കൈ കൂപ്പി നിങ്ങളോട് പറയാനൊരു ദൂതുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ പോയി വീഴരുത്. ദൈവസഭ മാറ്റപ്പെട്ടതിന് ശേഷം ഘോരമായ യുദ്ധം ഈ ഭൂമിയിൽ നടക്കും. ആ യുദ്ധം നടക്കുമ്പോൾ ഈ ഭൂമിയിൽ കാണുന്ന ജീവന്റെ തുടിപ്പ് മുഴുവൻ എന്താകും? നഷ്ടമായി പോകും. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിന് മുമ്പ് നമുക്ക് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടണം. കർത്താവ് തൻ്റെ സ്നേഹന്മാർക്ക് തന്നിരിക്കുന്ന, അപ്പോസ്തലന്മാർക്ക് തന്നിരിക്കുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിച്ചു കൊള്ളണം. സൗരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷമല്ല എന്ന് നിങ്ങൾ ഓർപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോടോ പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. ഇന്ന് കാണുന്ന മാനുഷിക പഠനങ്ങളും മനുഷ്യരിൽ നിന്ന് പ്രാപിച്ചതൊക്കെയും പാസ്റ്റർമാർ വിളമ്പി വയ്ക്കുമ്പോൾ അത് ബരോബിലെ വിശ്വാസികളെ പോലെ തിരുവഴുത്തങ്ങനെ പറയുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ശോധന ചെയ്യണം. ശോധന ചെയ്ത് അത് ദൈവികമാണെങ്കിൽ എടുക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? എടുത്ത് ദൂരെ കളഞ്ഞേക്കണം. ഏത് പ്രസംഗവുമാകട്ടെ. ഞാനൊരു പ്രസംഗം കേൾക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. നല്ല നല്ല പ്രസംഗങ്ങൾ കേൾക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷെ അത് റൂട്ട് മാറിപ്പോരുമ്പോൾ ഞാനതെടുത്ത് ദൂരെ കളയും. എനിക്ക് വേണ്ട. കർത്താവിലൊന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തതെന്താന്ന് പൗലോസ് പറഞ്ഞതുപോലെ തിരുവത്താഴ് ശുശ്രൂഷ മാത്രമല്ല, സ്വർഗീയമായ വചനത്തിൻ്റെ വെളിപ്പാടുകൾ. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. 4:1. ഞങ്ങളോ ക്രിസ്തുവിന്റെ ശുശ്രൂഷകരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും. ഞങ്ങൾ ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരാ, ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരാ. ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരായ സ്വർഗീയ മർമ്മങ്ങൾ വെളിപ്പെടുത്തുന്ന അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളും പഠിപ്പിക്കലുകളും മാത്രമേ സഭയിൽ പ്രസംഗിക്കാവുള്ളൂ. കാരണം ദൈവം അവരെ ആക്കി വെച്ചിരിക്കുന്നു, വേറെ ആരെയല്ല. ദൈവിക മർമ്മങ്ങൾ വെളിപ്പെടുത്തുന്നത് അവരാ. ഇനി ഒരു ഭാഗം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളാം, സമയം പോയി. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ അതുകൂടി വായിച്ച് നമ്മൾ ഇന്നത്തെ ശുശ്രൂഷ നിർത്തുകയാണ്. ബാക്കി ഭാഗങ്ങൾ പിന്നീടുള്ള സമയങ്ങളിൽ.
ക്രിസ്തുവിലായാൽ അവൻ പുതിയ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. പഴയത് കഴിഞ്ഞു, ആ ഇതാ അത് പുതുതായി തീർന്നു. ആ അതിനൊക്കെയും ദൈവം തന്നെ കാരണമുണ്ട്. ആ അവൻ നമ്മെ ക്രിസ്തുവിൻ മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ആ ദൈവം ലോകത്തിലെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോകും. ഈ നിരപ്പിന്റെ വചനം നിങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ, നിങ്ങളുടെ എന്നല്ല, തെറ്റിച്ച് പറയല്ലേ. ആ ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോളം നിരന്നുകൊള്ളും. ക്രിസ്തുവിന് പകരം അപേക്ഷിക്കും. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിക്കുന്നത് പോലെ ആകും. ഞാൻ ആ പറഞ്ഞ വാക്യം മുഴുവൻ തെറ്റിച്ചാ വായിച്ചു. ഞാനത് കറക്റ്റായിട്ടൊന്ന് വായിക്കട്ടെ. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. പിതാവ് യേശുക്രിസ്തുവിലൂടെ പിതാവിനോട് നിരപ്പിച്ചു. അതാ പറയുന്നത്. ഈ നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. അപ്പം ദൈവത്തെ മനുഷ്യനോട് നിരപ്പിക്കുന്ന കണ്ണി ആരാണ്? യേശുക്രിസ്തു. ആ നിരപ്പിന്റെ ശുശ്രൂഷ ആർക്കാ തന്നിരിക്കുന്നത്? പറ. ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ഞങ്ങളെന്ന് പറഞ്ഞാൽ ആരാ? അപ്പോസ്തലന്മാർ, കർത്താവിന് കൂടെയാണ് ശിഷ്യന്മാർ. വേറെ ആർക്കും ഇല്ലേ? ഇല്ല, അവർക്ക് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ അപ്പോസ്തലന്മാർക്ക് ഒട്ടുമില്ല. കാരണം അവരത് മനസ്സിലാക്കി പ്രസംഗിക്കുന്നവരല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവ ലോകത്തിലെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോകുന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക്, നിരപ്പിന്റെ വചനം ഞങ്ങൾക്ക്. വേറെ ആർക്കും ഇല്ലയോ? ഇല്ല. അപ്പൊ അവരെങ്ങനെ ശുശ്രൂഷിച്ചു? അവരെങ്ങനെ ഉപദേശിച്ചു? അവരെങ്ങനെ നിരപ്പിച്ചു? അവരെങ്ങനെ ആ വചനങ്ങൾ പറഞ്ഞു? അത് നമ്മൾ സസൂക്ഷ്മം പഠിക്കുക. അതിനാ നമുക്ക് എഴുതി തന്നിരിക്കുന്നത്. ഈ കയ്യിൽ വേദോസ്തം എന്തിനാ തന്നേക്കുന്നേ? ഇത് കയ്യിൽ വെച്ച് വായിച്ച് പഠിച്ച് ആ വ്യവസ്ഥ, ദൈവവചനത്തിന്റെ വ്യവസ്ഥ പ്രസംഗിക്കാനാ. അത് അവരാണ് അതിന്റെ പാറ്റേൺ, അതിന്റെ മോഡൽ തന്നേക്കുന്നത്. ബാറ്റേ ചെരുപ്പ് കമ്പനിക്കാരൻ ദീർഘനാളുകൾ ബാറ്റേ ചെരുപ്പുണ്ടാക്കി ലോകത്തെ മുഴുവൻ അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റി. എവിടെ ചെന്നാലും ബാറ്റ മതി, ബാറ്റ മതി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവന്മാർ വേറൊരു കമ്പനി ഇതേ മോഡലിൽ ഇറക്കാൻ തുടങ്ങി. അതുകൊണ്ട് ബാറ്റ ഡിമ്മായി പോയെന്നാണ് പറയുന്നത്. ശരിയാത്. അതുപോലെ പ്യുവർ സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്ന ആദിമ പിതാക്കന്മാരുടെ കാലത്ത് ഈ ദുരുപദേശികളെല്ലാം കൂടി ഈ ദുരുപദേശം പറഞ്ഞ് യഥാർത്ഥ സുവിശേഷത്തിന് എന്ത് പറ്റി? ഒരു മങ്ങലേറ്റിട്ട്. ആ മങ്ങല് സത്യവചനം പഥ്യോപദേശം പ്രസംഗിക്കുന്നവർ എഴുന്നേറ്റ് ശക്തിയോടെ പ്രസംഗിച്ച് ആ ദുരുപദേശത്തിൻ്റെ കൊള്ളരുതാത്ത വശങ്ങളെ ഖണ്ഡിച്ച് യഥാർത്ഥ ഉപദേശം പ്രസംഗിക്കണം. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. കൊയ്ത്തിൻ്റെ യജമാനോട് വേലക്കാരെ അയക്കാൻ വേണ്ടി പ്രാർത്ഥിപ്പിനെന്ന് കർത്താവ് പറഞ്ഞ വാക്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുന്നു. ബാക്കി ഭാഗങ്ങൾ വാട്സപ്പിൽ, ടെലഗ്രാമിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോന്നോരോന്നായിട്ട് കിട്ടും. ഈ 3 ക്ലിപ്പുകൾ കഴിഞ്ഞതിന് ശേഷം അതും പ്രസംഗിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇടമുറിയാതെ വിഷയ സബ്ജക്റ്റുകൾ ഖനീഭവിക്കാതെ നിങ്ങൾക്കത് നിങ്ങളുടെ ഫോണുകളിൽ കിട്ടുന്നതായിരിക്കും. ഇതുപോലെ കാലഘട്ട വേനത്തിന് മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രസംഗിക്കും.